മലബാറിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ തളിപ്പറമ്പ് നഗരം അടിമുടി മാറുന്നു. ഭരണസിരാ കേന്ദ്രങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന വിപുലമായ റവന്യൂ ടവറും ഒപ്പം നഗരത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിവിധ സർക്കാർ സേവനങ്ങളിലായി നഗരത്തിന്റെ പല കോണുകളിലായി കയറിയിറങ്ങേണ്ടി വരുന്ന തളിപ്പറമ്പുകാരുടെ ദുരിതത്തിനാണ് അറുതിയായത്. തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് വളപ്പിൽ 15 കോടി രൂപ ചെലവിൽ 5 നിലകളിലായി ഉയരുന്ന അത്യാധുനിക റവന്യൂ ടവറിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ 3 നിലകളുടെ പണികൾ ഏകദേശം പൂർത്തിയായി. RDO ഓഫീസ്, DE ഓഫീസ്, കോർട്ട് ഹാൾ, താലൂക്ക് ഓഫീസ് തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഇനി ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ അണിനിരക്കും. MV ഗോവിന്ദൻ MLAയുടെയും റവന്യൂ വകുപ്പിന്റെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വില്ലേജ് ഓഫീസ് മുതൽ ഇലക്ഷൻ ഡ്യൂട്ടി തഹസിൽദാർ ഓഫീസ് വരെ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും സുതാര്യമായും സേവനങ്ങൾ ലഭ്യമാകും. ക്യാന്റീൻ സൗകര്യവും വിശാലമായ പാർക്കിംഗ് ഏരിയയും ടവറിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. വികസനത്തിനൊപ്പം നഗരത്തിന്റെ പൈതൃകവും ചരിത്രവും കാത്തുസൂക്ഷിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. 1910 നിർമ്മിച്ച പഴയ താലൂക്ക് ഓഫീസ് കെട്ടിടം നവീകരിച്ച് ചരിത്ര മ്യൂസിയമാക്കി മാറ്റാനും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ കെട്ടിടത്തെയും അതിലെ പഴയകാല ജയിൽ മുറികളെയും സംരക്ഷിക്കാനുമാണ് തീരുമാനം. ഇതിനു പുറമെ തീർത്ഥാടന ടൂറിസത്തിനു കൂടി മുൻഗണന നൽകിക്കൊണ്ട് തളിപ്പറമ്പിനെ ഒരു പൈതൃക നഗരമാക്കി മാറ്റുന്നതിനുള്ള പ്രവൃത്തികളും അവസാനഘട്ടത്തിലാണ്. നഗരഹൃദയത്തിൽ ഹരിത ഇടങ്ങളും മനോഹരമായ നടപ്പാതകളും ചുമർചിത്രങ്ങളും ഒരുക്കി ആധുനിക നഗര സങ്കല്പങ്ങളിലേക്ക് തളിപ്പറമ്പ് ചുവടുവയ്ക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.